ചില സന്ദർഭങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടി ഒരു ഉപകാരം കൂടിയാലേ. കാരണം പകൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. മറ്റേത് ലീവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, ലീവ് ചോദിക്കണം, അത് സാങ്ഷൻ ആവണം, എന്തൊക്കെ കഷ്ടപ്പാടാലേ. നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ പിന്നെ വലിയ ആ പ്രശ്നങ്ങളൊന്നുമില്ല. രാത്രി കുറച്ച് റെസ്റ്റും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, രാവിലെ വന്നതും ഫ്രഷായി വേഗം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോവാല്ലേ. പിന്നെ രാത്രി 8 മണി വരെ ഫ്രീ ആയിരിക്കും. അതാണ് നൈറ്റ് ഡ്യൂട്ടീൻ്റെ ഒരു ഗുണം ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് പോകാനുള്ളത് അമ്പലത്തിൽ പോകാനുണ്ട്. ഇവിടെ ഞങ്ങളെ വീടിൻ്റെ കുറച്ച് താഴേക്കായിട്ട് ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ തെറ മഹോത്സവമാണ്, അടിപൊളി ഉത്സവമാട്ടോ അവിടെ. പക്ഷേ ഇതുവരെ എനിക്ക് അവിടുത്തെ തെറയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മിക്ക സമയങ്ങളിൽ എനിക്ക് ആ ടൈം നൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്യൂട്ടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഡെയിലി ഞാൻ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ കൂടി ആട്ടോ പോകുന്നത്. നമുക്ക് അമ്പലങ്ങൾ കാണുമ്പോൾ എണ്ണിയാ തീരാത്ത ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദൈവത്തിനോട് പറയാനുണ്ടാവില്ലേ. ഇതിൽ ഡെയിലി ഇങ്ങനെ പോകുമ്പോൾ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. വണ്ടി നിർത്തി പ്രാർത്ഥിക്കാനുള്ള സമയം ഉണ്ടാവാറില്ല. പക്ഷെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് കണ്ണടച്ച് മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. എത്ര ആഗ്രഹങ്ങൾ പറഞ്ഞാലും എത്ര നമുക്ക് പറഞ്ഞാലും ദൈവത്തിനോട് പറഞ്ഞാലും മതി വരൂലല്ലേ. അതാണ് ആ ദൈവത്തിനോട് നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളെന്ന് പറയുന്നതല്ലേ. അപ്പോൾ ഞാനിന്ന് ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു എണ്ണ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. വലിയ വലിയ നേർച്ചയും കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ എണ്ണയോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. അതെൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. പുറമേ നിന്ന് കാണുമ്പോൾ ചെറിയൊരു അമ്പലമാണെങ്കിലും ഉള്ളിൽ കയറിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഈ ഉത്സവത്തിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ചെണ്ടകൊട്ടും എല്ലാം കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതല്ലെങ്കിലും അങ്ങനെ തന്നെ. കാരണം നമ്മൾ എന്തൊക്കെ ടെൻഷനും നമുക്ക് എത്ര ബുദ്ധിമുട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മറക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നതാണല്ലേ. അവിടെ എത്തി അതിൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സ് ഫുൾ റിലാക്സ്ഡ് ആയിരിക്കും. നമുക്കൊക്കെ ആരെങ്കിലും ഉണ്ട്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് തോന്നുന്നൊരു സമയമൊക്കെ ആയിരിക്കില്ലേ. സത്യമായിട്ടും എനിക്കത് ഭയങ്കര ഒരു വിശ്വാസം കേട്ടോ അങ്ങനെയെന്ന് പറയുന്നത്. പിന്നെ അവിടെ പോയ സമയത്ത് ഞാൻ മോൾക്ക് ഇതേപോലൊരു ബലൂൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്കിപ്പോൾ എന്താ വേണ്ടതെന്നൊന്നും പറയാനറിയാത്തത് കൊണ്ട് ഞാൻ നമുക്ക് പിന്നെ എവിടെ പോയാലും ഫാൻസി ഐറ്റംസിനോടായിരിക്കുമല്ലോ കൂടുതൽ. അപ്പം ഞാനത് അവൾക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞാനൊരു കീ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കീ ചെയിനുള്ള ദൈവത്തിന് മറ്റൊരു പേരുണ്ട്. അതെന്താണെന്ന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എൻ്റെ കീ ചെയിൻ പറ്റ പോക്കായി കിടക്കായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തിരിച്ച് നൈറ്റ് ഡ്യൂട്ടി 8 മണിക്ക് കയറാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ജലദോഷം കഫക്കെട്ടാണെങ്കിൽ ഒരു ഐസ്ക്രീം കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി കേട്ടോ. പിന്നെ ഞാൻ നേരെ ചോക്കോബാർ അങ്ങോട്ട് വാങ്ങി. ഏട്ടനൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഐസ്ക്രീം ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പോയി ഞാൻ ബലൂൺ നേരെ നല്ല അടിപൊളി സ്ഥലത്ത് അങ്ങോട്ട് വെച്ച് ഇതാകുമ്പോൾ അവൾക്ക് നേരിട്ട് കാണാം, കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് കാണാം. ഇതായിരുന്നു എൻ്റെ പഴയ കീ ചെയിൻ കേട്ടോ. ഇതിൻ്റെ കൂടെ വേറൊരു കീ ചെയിനും കൂടി ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ കീ ചെയിൻ. ഈ കീ ചെയിൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.